സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ള ജന്തു ജീവജാലങ്ങളിൽ വ്യത്യസ്തമായി മനുഷ്യന് പ്രത്യേകമായി നൽകിയിട്ടുള്ളത് ചിന്തിക്കാനുള്ള കഴിവാണ്. ചിന്തിച്ച് സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള വിവേകമാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ അവന് നൽകിയിട്ടുള്ള ഈ മഹത്തായ അനുഗ്രഹത്തെ യഥാർത്ഥ രൂപത്തിൽ ഉപയോഗിക്കേണ്ടതുണ്ട്. അതൊരു ഇബാദത്താണ്, ഇബാദത്തു തഫക്കുർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചും അവന്റെ കിതാബിനെ കുറിച്ചും അവന്റെ റസൂലിനെ കുറിച്ചും അതുപോലെയുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചും ഉറ്റാലോചിക്കുക എന്നുള്ളത് ഒരു ഇബാദത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിച്ചിരുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാൻ കൂട്ടാക്കാതിരുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഏറ്റവും നല്ല അറിവുണ്ടായിരുന്ന ആളുകളോട് അല്ലാഹു പറയുകയാണ്, ഖുൽ, നബിയെ പറയുക, ഇന്നമാ അഇദുകും ബിവാഹിദ, ഞാൻ നിങ്ങളോട് ഒരൊറ്റ കാര്യമാണ് ഉപദേശിക്കുന്നത്, ഒരു കാര്യമാണ് ഉപദേശിക്കുന്നത്. അൻ തഖൂമു ലില്ലാഹ് മസ്നാ വഫുറാദ ثم تتفكروا, നിങ്ങൾ അല്ലാഹുവിനു വേണ്ടി ഹഖറിയുക എന്ന നിലയ്ക്ക് വേണ്ടി രണ്ടാളായിട്ടോ ഒറ്റക്കോ നിങ്ങൾ നിൽക്കുക, എന്നിട്ട് ആലോചിക്കുക. തതഫക്കറു, ഉറ്റാലോചിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മനുഷ്യന് നൽകിയിട്ടുള്ള ഈ കഴിവ് കൊണ്ട്, ചിന്താശേഷി കൊണ്ട് ഉറ്റാലോചിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും പരലോക ലക്ഷ്യം ബോധ്യപ്പെടാനും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി, അവലം യതഫക്കറു ഫി അൻഫുസിഹിം ما خلق الله السماوات والأرض وما بينهما إلا بالحق وأجل مسمى وإن كثيرا من الناس بلقاء ربهم كافرون. الله تعالى പറയുകയാണ്, അവലം യതഫക്കറു ഫി അൻഫുസിഹിം, അവരവരുടെ സ്വന്തത്തിനെ കുറിച്ച് ആലോചിക്കുന്നില്ലേ? അവരവരുടെ ശരീരത്തിനെ കുറിച്ചോ അവർ സൃഷ്ടിക്കപ്പെട്ടതിനെ കുറിച്ചോ അവരുടെ ജീവിതം കടന്നു പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ലേ? അല്ലാഹു ആകാശഭൂമികളെയും അതിനുള്ളിലുള്ള എല്ലാത്തിനെയും സൃഷ്ടിച്ചത് ഒരു ഹക്കിന്റെ അടിസ്ഥാനത്തിലാണ്. അതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്, അതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. അത് അവർ ചിന്തിക്കുന്നില്ലേ എന്ന് അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്. മറ്റൊരായത്തിൽ അല്ലാഹു തആല പറഞ്ഞു, കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്ത് ലഅല്ലക്കും തതഫക്കറൂൻ, ഓരോ കാര്യങ്ങളെയും വിശദീകരിച്ചുകൊണ്ട് ബോധ്യപ്പെടുത്തി തന്നുകൊണ്ട് അല്ലാഹു തആല ചോദിക്കുകയാണ്, അല്ലാഹു ഇതാ അവന്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നു നിങ്ങൾ ഉറ്റാലോചിക്കാൻ വേണ്ടി. മറ്റൊരായത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ഫഖ്സുസിൽ ഖസസ ലഅല്ലഹും യതഫക്കറൂൻ, നബിയെ മുൻഗാമികളുടെ കഥകൾ, മുൻകഴിഞ്ഞു പോയ നബിമാരുടെയും അവർ പ്രബോധനം ചെയ്ത സമൂഹങ്ങളുടെയും അവർക്ക് വന്നനുഭവിച്ച അവസ്ഥകളെയും ആ ചരിത്രങ്ങൾ നീ പറഞ്ഞു കൊടുക്കുക, അവരൊന്ന് ഉറ്റാലോചിക്കാൻ വേണ്ടി, അവർക്ക് തഫക്കുർ ഉണ്ടാകാൻ വേണ്ടി എന്ന് അല്ലാഹു തആല ആവർത്തിച്ച് പറയുന്നുണ്ട്. സഹോദരങ്ങളെ, നാം പരിശോധിക്കണം. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കാൻ, അവന്റെ കിതാബിനെ കുറിച്ചോ റസൂലിനെ കുറിച്ചോ ദീനിനെ കുറിച്ചോ അള്ളാഹുവിന്റെ ഭൗതികമായ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചോ പരലോക യാഥാർത്ഥ്യങ്ങളെ കുറിച്ചോ ഉറ്റാലോചിക്കാൻ, ചിന്തിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ടോ എന്നുള്ളത്. നമ്മുടെ ചിന്തകളിൽ അനാവശ്യമായിട്ടുള്ള, ചിലപ്പോൾ ഹറാമായിരിക്കാം, അല്ലെങ്കിൽ ഹലാലിൽ തന്നെ ഫുദൂലുകളായിരിക്കാം, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ കണ്ടും കേട്ടും നമ്മുടെ സമയം കഴിഞ്ഞു പോകുമ്പോൾ ചിന്തിക്കാനുള്ള ശേഷിയെ മുരടിപ്പിക്കുന്ന അവസ്ഥയാണ് നമ്മളിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പല കാര്യങ്ങളെ കുറിച്ച് ഉറ്റാലോചിക്കാൻ പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് അള്ളാഹുവിന്റെ കലാമായ ഖുർആനിനെ കുറിച്ചാണ്. ഖുർആനിനെ കുറിച്ചും ഖുർആനിലെ ആയത്തുകളെ കുറിച്ചും ഉറ്റാലോചിക്കാൻ അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു. അല്ലാഹു തആല പറഞ്ഞു, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ, അല്ലാഹു പറയുകയാണ്, നാം എങ്ങാനും ഈ ഖുർആനിനെ ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഇറക്കിയതെങ്കിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാ, ആ അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം കാരണത്താൽ ആ പർവ്വതം പൊട്ടി തകർന്ന് കീഴൊതുങ്ങുമായിരുന്നു. വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ, അല്ലാഹു ഈ ഉപമ വിവരിക്കുന്നത് ജനങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ്. അതേ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ കലാമായ ഖുർആനിനെ കുറിച്ച് നാം ചിന്തിക്കണം. ആ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ആയത്തുകൾ, അതിലെ അഖ്ബാറുകൾ, അറിയിപ്പുകൾ, അതിനെക്കുറിച്ച് ഉറ്റാലോചിക്കണം. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ അവിടുന്ന് നരബാധിച്ചു തുടങ്ങിയതുപോലെ തോന്നി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ് ഖദ് ശിബ്ത, റസൂലേ നിങ്ങൾക്ക് നര വന്നു തുടങ്ങിയിട്ടുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ശയ്യബത്നി ഹൂദുൻ വൽവാഖിഅ വൽമുർസലാത്ത് വഅമ്മ യതസാഅലൂൻ വഇദ അശ്ശംസു കുവ്വിറത്. ഖുർആനിലെ സൂറത്തുകൾ, സൂറത്ത് ഹൂദ് മുൻകഴിഞ്ഞ നബിമാരുടെ ചരിത്രവും ആ നബിമാർ അയക്കപ്പെട്ട സമൂഹത്തിന് അനുഭവിച്ച ശിക്ഷയും അറിയിക്കുന്ന സൂറത്ത്, അതുപോലെ വൽവാഖിഅ പരലോകത്തെ സംബന്ധിച്ച് അറിയിക്കുന്ന, വൽമുർസലാത്ത് വഅമ്മ യതസാഅലൂൻ വഇദ അശ്ശംസു കുവ്വിറത്, അതുപോലെ അന്ത്യനാളിനെ പറ്റി അറിയിക്കുന്ന ഈ സൂറത്തുകൾ അതെന്നെ നിരപ്പിച്ചതാണ്, അത് കാരണമാണ് നിരബാധിച്ചത് എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് സഹോദരങ്ങളെ, ഖുർആനിന്റെ ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ആലോചിക്കാൻ സാധിച്ചിട്ടുണ്ടോ? നാം ചിന്തിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നാം ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവാണ്.
അള്ളാഹുവിന്റെ ഖുദ്റത്താണ്, അള്ളാഹുവിന്റെ മഹത്വമാണ്. അള്ളാഹു തആല പറഞ്ഞു, വസഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് ജമീഅൻ മിൻഹു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു മനുഷ്യർക്ക് അവന്റെ ഔദാര്യമായി കൊണ്ട്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. തഫക്കറുള്ള, ചിന്തിക്കുന്ന, ഉറ്റാലോചിക്കുന്ന ആളുകൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞു. സലഫുകളിൽപ്പെട്ട ബിശ്ർ ഇബ്നു ഹാരിസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് കാണാം, ലൗ തഫക്കറ الناس في علامة الله ما عصى الله عز وجل. ജനങ്ങളെങ്ങാനും അള്ളാഹുവിന്റെ മഹത്വത്തെ കുറിച്ച് ഉറ്റാലോചിച്ചിരുന്നുവെങ്കിൽ അവർ അള്ളാഹുവിനെ ധിക്കരിക്കുമായിരുന്നില്ല, അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുമായിരുന്നില്ല എന്ന്. അതുപോലെ സഹോദരങ്ങളെ, നാം ഉറ്റാലോചിക്കേണ്ട, ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ദുനിയാവിന്റെ ഹഖീഖത്ത് എന്താണ് എന്നുള്ളത്. ദുനിയാവിൽ നാം ആഗ്രഹിക്കുന്ന ഇച്ഛകളും സമ്പത്തും പദവിയും സ്ഥാനങ്ങളും അതിന് പിന്നാലെ നാം പോകുമ്പോൾ നാം ആലോചിക്കണം എന്താണ് ദുനിയാവിന്റെ ഹഖീഖത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നോക്കൂ, ഇന്നമാ മസലുൽ ഹയാത്തിദ് ദുനിയ കമാഇൻ അൻസൽനാഹു മിനസ് സമാ. ദുനിയാവിന്റെ ഉപമ എന്നുള്ളത്, ദുനിയാവിന്റെ ഒരു ഉപമയുണ്ട്. അല്ലാഹു തആല പറയുകയാണ്, ആകാശത്ത് നിന്ന് മഴ വർഷിക്കുകയാണ്. ഫഖ്തലത ബിഹി നബാതുൽ അർദ്. അതേ ഭൂമിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചെടികൾ മുളച്ചു പൊന്തുന്നു ആ മഴ കൊണ്ട്. മിമ്മാ യഅകുലുൻ നാസ് വൽ അൻആം. കന്നുകാലികൾക്കും മനുഷ്യർക്കും തിന്നാൻ പറ്റുന്ന രീതിയിൽ വ്യത്യസ്ത നിറങ്ങളിൽ. ഹത്താ ഇദാ അഖദത്തിൽ അർദു സുഖ്റഫഹാ വസയ്യനത്. അങ്ങനെ ഭൂമിയിൽ അതാ പല നിറങ്ങളിലുള്ള അലങ്കാരമായിക്കൊണ്ട് വ്യത്യസ്ത ചെടികളും കായ്ക്കനികളും അതാ മുളച്ചു വന്നിരിക്കുന്നു. വവന്ന അഹ്ലുഹാ അന്നഹും ഖാദിറൂന അലൈഹാ. ആ ഭൂമിയുടെ ആളുകൾ അവരത് കാണുമ്പോൾ അവർ വിചാരിച്ചു പോകും, ഇതെല്ലാം നമുക്കുള്ളതാണ്, നമുക്കതിന്റെ മേലെ കഴിവുണ്ട്, ഇതെല്ലാം നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ് എന്ന്. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, أتاها أمرنا ليلا أو نهارا فجعلناها حسيدا كأن لم تغن بالأمس. കഴിഞ്ഞ ദിവസം ഇങ്ങനെയൊന്നുണ്ടായിരുന്നു എന്ന് പോലും തോന്നാത്ത രീതിയിൽ അതിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുന്ന അള്ളാഹുവിന്റെ കൽപ്പന അതാ വന്നെത്തിയിരിക്കുന്നു, ആ വരുന്നതാണെന്ന് പറഞ്ഞു. കദാലിക നുഫസ്സിലുൽ ആയാതി ലിഖൗമി യതഫക്കറൂൻ. ഉറ്റാലോചിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഇതാ ദൃഷ്ടാന്തത്തെ വിശദീകരിച്ചിരിക്കുകയാണ്. അതേ സഹോദരങ്ങളെ, ദുനിയാവിൽ ഏതൊരു ഇച്ഛയാണോ, ഏതൊരാഗ്രഹമാണോ, ഏതൊന്നാണോ നമ്മൾ കൊതിക്കുന്നത്, അതെല്ലാം നമുക്ക് ലഭിക്കുമെന്ന് തോന്നുമാറെത്തുമ്പോഴായിരിക്കും പെട്ടെന്ന് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം മരണം നമ്മിലേക്ക് വന്നെത്തുക. അതല്ലെങ്കിൽ ഏറ്റവും വലിയൊരു മുസീബത്ത് ബാധിക്കുന്ന അവസ്ഥയുണ്ടാവുക. ഇത്രയേ ഉള്ളൂ ദുനിയാവ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കുന്നവർക്ക് ഒരു ഉപമയായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. സലഫുകളിൽപ്പെട്ട അബൂ സുലൈമാൻ അദ്ദാറാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, അൽ ഫിക്ർ ഫിദ് ദുനിയ ഹിജാബുൻ അനിൽ ആഖിറ വഖൂബത്തുൻ ലിഅഹ്ലിൽ വലായ. ദുനിയാവിനെ കുറിച്ചുള്ള ചിന്തയിൽ മാത്രം മുഴുകുക എന്നുള്ളത്, അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കുക എന്നുള്ളത് പരലോകത്തിലേക്ക് ഒരു മറയിടുന്നതാണ്, പരലോകത്തെ ചിന്തയിലേക്ക് മറയിടുന്നതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്കുള്ള ഒരു ശിക്ഷയുമാണ്. വൽ ഫിക്ർ ഫിൽ ആഖിറ യൂരിസുൽ ഹിക്മ വയുഹ്യിൽ ഖുലൂബ്. പരലോകത്തെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് ഒരാളിൽ ഹിക്മത്ത് ഉണ്ടാക്കുന്നതും ഒരാളുടെ ഖൽബിന് ജീവൻ നൽകുന്നതുമാണ്. വമിനദ് ദിക്രി യസീദുൽ ഹുബ് വമിനത് തഫക്കുരി യസീദുൽ ഖൗഫ്. അള്ളാഹുവിനെ സ്മരിക്കുന്നതിലൂടെ അള്ളാഹുവിനോടുള്ള ഇഷ്ടം ഒരാൾക്ക് വർദ്ധിക്കും. അള്ളാഹുവിനെ കുറിച്ച് ഉറ്റാലോചിക്കുന്നതിലൂടെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും വർദ്ധിക്കും എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാം. സഹോദരങ്ങളെ, മറ്റൊന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ മരണത്തെ തന്നെയാണ്. ആ മരണത്തെക്കുറിച്ച് ഏറ്റവും നല്ല ഉമയോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാൻ, തഫക്കുറുള്ളവർക്ക് ഉറ്റാലോചിക്കാൻ അള്ളാഹു ഒരു ഉപമ പറഞ്ഞത് നോക്കൂ. വല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ. അള്ളാഹു പൂർണ്ണമായി ഒരാളുടെ റൂഹിനെ ഏറ്റെടുക്കുന്നത്, പിടിക്കുന്നത് അവന്റെ മരണസമയത്താണ്. വല്ലതീ ലം തമുത് ഫീ മനാമിഹാ. പൂർണ്ണമായി മരിക്കാത്തവരുടെ റൂഹ് അള്ളാഹു എടുക്കുന്നുണ്ട്, അത് അവരുടെ ഉറക്കത്തിലാണ്. ഫയുംസികുല്ലദീ അങ്ങനെ മരണം വിധിച്ചവരുടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ അടുക്കൽ പിടിച്ചു വെക്കുന്നു, റൂഹിനെ പിടിച്ചു വെക്കുന്നു. അതല്ലാത്തവർക്ക് അത് മടക്കി കൊടുക്കുന്ന ഒരു നിശ്ചയിച്ച സമയം വരെ. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. അള്ളാഹു പറയാണ്, ചിന്തിക്കുന്നവർക്ക് അതാ അതിൽ ദൃഷ്ടാന്തമുണ്ട്. എപ്പോഴെങ്കിലും സഹോദരങ്ങളെ, ഉറക്കത്തെക്കുറിച്ച് ആലോചിച്ച് മരണത്തിന്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഉറങ്ങാതിരിക്കാൻ നമുക്ക് സാധിക്കാത്തതുപോലെ നാം മരണത്തിലേക്ക് പോകുന്നതാണ്. ഉറക്കത്തിൽ എഴുന്നേൽക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കാത്തതുപോലെ ഉയർത്തെഴുന്നേൽപ്പും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. സലഫുകൾപ്പെട്ട അബൂ ശുറൈഹ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഒരിക്കൽ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഭാഗത്തിരുന്ന് കരയുകയുണ്ടായി. കരയാൻ തുടങ്ങി. അപ്പോൾ ആരൊക്കെ ചോദിച്ചു, എന്താണ് നിങ്ങൾ കരയുന്നത്, എന്താണ് നിങ്ങളെ കരയിപ്പിച്ചത്? അദ്ദേഹം പറഞ്ഞ വാക്കെന്താണെന്നോ, തഫക്കർതു ഫീ ദഹാബി ഉംരി. എന്റെ ആയുസിൽ കഴിഞ്ഞു പോയല്ലോ എന്നുള്ളത്, അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് ഞാൻ ഉറ്റാലോചിച്ചു. വഖില്ലത്തി അമലി. അതുപോലെ എന്റെ അമലിന്റെ കുറവിനെ കുറിച്ച് ഞാൻ ആലോചിച്ചു. വഇഖ്തിറാബി അജലി. അതുപോലെ തന്നെ എന്റെ മരണം ഇത് അടുത്തിട്ടുണ്ടല്ലോ, അത് അടുത്താണല്ലോ എന്നതിനെ കുറിച്ച് ആലോചിച്ച് കരഞ്ഞു പോയതാണെന്ന് പറഞ്ഞു. അതേ സഹോദരങ്ങളെ, നാം ആലോചിക്കണം, ഈ ഓരോ കാര്യങ്ങളെ കുറിച്ച് മുറ്റാലോചിക്കണം. അബൂ സുലൈമാൻ അദ്ദാറാനി റഹിമഹുല്ലാഹ് പറഞ്ഞ മറ്റൊരു വാക്കിൽ കാണാം, ഊദു അഅ്യുനകുൽ ബകാ
വഖുലൂബകും അത്തഫക്കുർ, നിങ്ങളുടെ കണ്ണുകളിൽ കരച്ചൽ അത് ആവർത്തിച്ചുണ്ടാകട്ടെ, നിങ്ങളുടെ കൽബുകളിൽ ഈ തഫക്കുർ ഉറ്റാലോചിക്കുക എന്നുള്ളത് ആവർത്തിച്ചുണ്ടാകട്ടെ എന്നുള്ളത് സഹോദരങ്ങളെ നാം മനസ്സിലാക്കണം. ഇന്ന് സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു മഹത്തായ കാര്യമാണ് ഉറ്റാലോചിക്കുക എന്നുള്ളത്. പല ചിന്തകളിൽ മുഴുകിയത് കൊണ്ട് തന്നെ ഈമാനിന്റെ വർധനവിനും അതിന്റെ പൂർത്തീകരണത്തിനും ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ് അത്തഫക്കുർ എന്നുള്ളത്. അതുകൊണ്ട് ഈ ഒരു ഇബാദത്തിനെ നാം നഷ്ടപ്പെടുത്തരുത്, അതിനുവേണ്ടി സമയം കണ്ടെത്തുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, ഒരിക്കൽ താബിഈ പണ്ഡിതനായ അതാ ഇബ്നു അബി റബാഹ് റഹിമഹുല്ലാഹ് അദ്ദേഹവും ഉബൈദ് ഇബ്നു ഉമൈർ റഹിമഹുല്ലാഹ് അദ്ദേഹവും കൂടി നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയെ സന്ദർശിക്കാൻ പോയി. അങ്ങനെ ഹിജാബിന്റെ അപ്പുറത്ത് നിന്ന് അവർ പരസ്പരം സംസാരിച്ചു. ആ സമയത്ത് ഉബൈദ് റഹിമഹുല്ലാഹ് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയുണ്ടായി, അഖ്ബിരീന ബിഅഅജബി ശൈഇൻ റഅയ്തീഹി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് കണ്ട അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം ഞങ്ങളെ അറിയിക്കണം, പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ കുറച്ചു നേരം നിശബ്ദയായിക്കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ കരയാൻ ആരംഭിച്ചു. എന്നിട്ട് പറഞ്ഞു, അവിടുത്തെ എല്ലാ കാര്യവും അത്ഭുതമായിരുന്നു. എന്നിട്ടൊരു സംഭവം പറയുകയുണ്ടായി, എന്റെ കൂടെയുള്ള രാത്രി ആയിട്ടുള്ള ദിവസത്തിൽ രാത്രി കിടപ്പറയിൽ എഴുന്നേറ്റുകൊണ്ട് ഞാൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിലേക്ക് പോയി. അങ്ങനെ പ്രഭാതം വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞുകൊണ്ട് നിസ്കരിച്ചു. അങ്ങനെ പ്രഭാതത്തിൽ ഫജ്റിന്റെ ബാങ്ക് കൊടുക്കാൻ വേണ്ടി മുഅദ്ദിനായ ബിലാൽ റളിയല്ലാഹു അൻഹു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ അവിടുന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാ യുബ്കീക്, എന്താണ് റസൂലേ നിങ്ങളെ കരയിപ്പിച്ചത്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? വഖദ് ഗഫറല്ലാഹു ലക് മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തു തന്നതല്ലേ, കഴിഞ്ഞു പോയതും വരാനിരിക്കുന്ന പാപങ്ങളും നിങ്ങൾക്ക് പുറത്തു തന്നതല്ലേ, പാപങ്ങളെ കുറിച്ച് ആലോചിച്ചേ ആളുകൾ കരയാറുള്ളൂ, അപ്പൊ അതാകുമെന്ന് കരുതിക്കൊണ്ട് പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ലഖദ് ഉൻസിലത് അലയ്യ ലൈലത ആയ, എനിക്ക് ഇന്നലെ രാത്രി ചില ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് സൂറത്ത് ആല ഇമ്രാനിലെ അവസാനത്തെ 10 ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടക്കം പാരായണം ചെയ്തു. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും അതുപോലെ തന്നെ രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അവരാരാണ്? നിന്നും കൊണ്ടും കിടന്നുകൊണ്ടുമെല്ലാം അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന, ആ ദിക്റിലൂടെ അള്ളാഹുവിനോടുള്ള ഹുബ്ബ് നേടിയെടുക്കുന്നവർ. അതുപോലെ തന്നെ അവർ അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ ഉറ്റാലോചിക്കുന്നവരാണെന്ന് പറഞ്ഞു. ഈ ആയത്ത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വയലുൽ ലിമൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ, ഈ ആയത്തുകൾ പാരായണം ചെയ്യുകയും അതിനെക്കുറിച്ച് ഉറ്റാലോചിക്കുകയും ചെയ്യാത്തവന് നാശം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കാരത്തിൽ എഴുന്നേൽക്കുമ്പോൾ ഓരോ തവണ എഴുന്നേൽക്കുമ്പോഴും ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ട് ഈ ആയത്തുകൾ പാരായണം ചെയ്യുമായിരുന്നു. എന്നിട്ടാണ് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാറുള്ളത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തഫക്കുർ എന്ന ഇബാദത്തും സ്വലാത്ത് എന്ന ഇബാദത്തിനെയും ഒരുമിച്ച് കൊണ്ടാണ് നിർവഹിച്ചത്. സഹാബി ശ്രേഷ്ഠനായിട്ടുള്ള ആലിമായിട്ടുള്ള ഫഖീഹായിട്ടുള്ള അബൂ ദർദാ റളിയല്ലാഹുവിന്റെ ഭാര്യ ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹയോട്, അവർ ഫഖീഹത്ത് തന്നെയാണ്, അവരോട് ആളുകൾ ചോദിക്കേണ്ടായി, മാ കാന അഫ്ളലു ഇബാദത്തി അബൂ ദർദാ, അബൂ ദർദാ റളിയല്ലാഹുവിന്റെ ഏറ്റവും അഫ്ളലായ ഇബാദത്ത് എന്തായിരുന്നു? അവിടുന്ന് പറഞ്ഞു, ഖാലത്ത് അത്തഫക്കുർ വൽ ഇഅ്തിബാർ, തഫക്കുറായിരുന്നു, ഉറ്റാലോചിക്കുമായിരുന്നു ഓരോ കാര്യങ്ങളെ കുറിച്ച്, എന്നിട്ട് അതിൽ നിന്നുള്ള പാഠങ്ങൾ അതിൽ നേടിയെടുക്കുമായിരുന്നു എന്ന്. സഹോദരങ്ങളെ, നമ്മുടെ സമയം, നമ്മുടെ ചിന്താശേഷി, നമ്മുടെ ആലോചന അതെന്തിനെ കുറിച്ചാണ്? ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടോ? അതല്ല നിരർത്ഥകമായ ഒരു ഉപകാരവുമില്ലാത്ത കാര്യങ്ങൾ, അതല്ലെങ്കിൽ ഹറാമായ നമ്മെ നാശത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണോ കണ്ടും കേട്ടും കൊണ്ട് നമ്മുടെ ചിന്തയിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു അവസരം, ഈ തഫക്കുർ എന്ന ഇബാദത്തിനെ നാം നഷ്ടപ്പെടുത്തരുത്. തീർച്ച തഫക്കുർ കൊണ്ട് മാത്രമേ ഒരാളുടെ ഈമാനിലും ഒരാളുടെ ഇബാദത്തിലും വർധനമുണ്ടാകാനും ഹഖീഖത്ത് ഒരു തഹ്ഖീഖ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. ഏതൊരു കാര്യത്തിനെയും ഈമാനിന്റെ ഹഖീഖത്ത് കണ്ടെത്താനും അത് തഹ്ഖീഖ് ചെയ്യാനും. അതുകൊണ്ട് അതിനുവേണ്ടി സമയം നമ്മൾ കണ്ടെത്തുക, ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.